സംശയത്തിന്റെ പേരിൽ കാമുകിയെ കഴുത്തറുത്തുകൊന്ന് കാമുകൻ. നിസാരമായ 500 രൂപയ്ക്ക് വേണ്ടി സ്വന്തം വിദ്യാർത്ഥിയെ കഴുത്തറുത്തുകൊന്ന് അധ്യാപകൻ. അമേരിക്കയിൽ മകളെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ടുകൊന്ന് അമ്മ. അങ്ങനെ ദിനം പ്രതി കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന തരത്തിലുള്ള ജനങ്ങളുടെ മാനസിക നിലയിലുണ്ടായ മാറ്റം അത് ഭയപ്പെടുത്തുന്നതാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഗ്രയിൽ യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചു. യുവതിയെ പ്രതി കൊലപ്പെടുത്തിയത് തലയറുത്തു മാറ്റിയാണ്. ലക്നൌവിലാണ് സംഭവം നടക്കുന്നത്. ആഗ്ര സ്വദേശിനിയായ മിങ്കി ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ വിനയ് രജ്പുത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാകും വിനയ് ശർമ്മ യുവതിയെ ഇത്ര ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ഇരുവർക്കുമിടയിലുണ്ടായ പ്രശ്നം അതെന്തായിരിക്കും? ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ HR മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു മിങ്കി ശർമ്മ. ജനുവരി 23-ന് പതിവ് പോലെ ജോലിക്ക് പോയതായിരുന്നു മിങ്കി. എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയമായിട്ടും മിങ്കി എത്താതെ വന്നതോടെ കുടുംബം ട്രാൻസ് യമുന പോലീസിൽ പരാതി നൽകി. ആഗ്ര നഗരത്തിലെ എല്ലായിടത്തും പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തി. പ്രധാന റോഡുകളിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് അരിച്ചു പെറുക്കി. എന്നിട്ടും മിങ്കി എങ്ങോട്ട് പോയെന്നോ മിങ്കിക്ക് എന്ത് സംഭവിച്ചെന്നോ ഉള്ള ചോദ്യത്തിന് ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. മിങ്കിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ജനുവരി 24-ന് പുലർച്ചെ 1 മണിയോടെ പാർവതി വിഹാറിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം കണ്ടത്. ചാക്ക് തുറന്നപ്പോൾ ശിരസറ്റ നിലയിലുള്ള ഒരു യുവതിയുടെ മൃതദേഹമാണ് പോലീസ് അതിനുള്ളിൽ കണ്ടത്. പോലീസും ചുറ്റും കൂടി നിന്നവരും അടക്കം ഞെട്ടിപ്പോയ ഒരു കാഴ്ചയായിരുന്നു അത്. തുടർന്നാണ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ഈ പരിശോധനയിലാണ് മിങ്കി ശർമ്മയുടെ സ്കൂട്ടറിൽ ഒരാൾ ചാക്കുമായി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതായിരുന്നു ഈ കേസിന്റെ വഴിത്തിരിവ്. ആ ദൃശ്യത്തിലുള്ളത് മിങ്കിയുടെ സഹപ്രവർത്തകൻ വിനയ് രജ്പുത്താണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പിന്നാലെ തന്നെ വിനയ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു വിനയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മിങ്കിയുടെയും വിനയുടെയും ചില സഹപ്രവർത്തകർ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. शक है, हमको शक विनय पे था और भी काफी लोगों पे शक है। विनय जो आरोप लगा रहा है वो आपको क्या लगता है? इस तरह की उनसे कोई जो आरोप लगवा रहा है, हमको ऐसा लगता है विनय को किसी ने ये कहा हो कि अभी आप ये कर लो, मेन हेड विनय को रख दिया हो, विनय से कहा हो कि आप ये कर लो, हम आपको 4-5 महीने बाद आपको सेव कर दें। ऐसा कुछ भी नहीं है। बताया जा रहा है कि वो दोनों एक ही स्कूल से पढ़े हुए हैं, एक ही कॉलेज में पढ़ते थे। ऐसा कुछ भी नहीं है। वो मिंकी उसके ऑफिस में काम करता था, उसी तरह से जानती है, बस 2 साल से, और पहले उसे जानती ही नहीं. ഇതാണ് സഹപ്രവർത്തകരുടെ പ്രതികരണം. കൊല്ലപ്പെട്ട മിങ്കിയും യുവാവും തമ്മിൽ വളരെ കാലമായി അടുപ്പത്തിലായിരുന്നു. വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന ആ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയത് മിങ്കിക്ക് മേൽ വിനയ്ക്കുണ്ടായ സംശയമാണ്. ആ സംശയമാണ് മിങ്കിയെ കൊന്നുകളയാൻ വിനയെ പ്രേരിപ്പിച്ചത്. വിനയുടെ സംശയം കാരണം ഓഫീസിൽ വെച്ച് ഇതേ കാര്യം പറഞ്ഞ് യുവതിയുമായി പലതവണ വഴക്കിട്ടിരുന്നതായും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. मिंकी शर्मा के साथ काम करने वाला एक युवक जिसका नाम विनय सिंह है, जो उनके साथ पिछले 2 साल से काम करता था, और कुछ इनकी आपस में अनबन हुई. अनबन होने के बाद ये मिंकी से शादी करना चाहता था. मिंकी उस शादी को रेजिस्ट कर रही थी, और उस दिन जब ये अपने ऑफिस आई तो ऑफिस आने के बाद उस व्यक्ति ने, विनय सिंह ने, इसकी निर्ममता से हत्या कर दी. സംഭവ ദിവസവും ഇരുവരും ഇതേ ചൊല്ലി ഓഫീസിൽ വെച്ച് വലിയ തർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പ്രതി യുവതിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്.
തുടർന്ന് യുവതിയെ വിളിച്ചു വരുത്തിയ പ്രതി കത്തി ഉപയോഗിച്ച് മിങ്കിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. മിങ്കിയെ കൊന്നിട്ടും പക തീരാതിരുന്ന വിനയ് ഒടുക്കം ആ ശരീരത്തിൽ നിന്ന് തല അറുത്തുമാറ്റുകയായിരുന്നു. അറുത്തുമാറ്റിയ തലയും ബാക്കി ഭാഗവും 2 ചാക്കുകളിലാക്കി യുവതിയുടെ സ്കൂട്ടറിൽ തന്നെ പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. പെട്ടെന്നൊന്നും പോലീസ് പിടിയിലാകാതിരിക്കാനാകാം വിനയ് മിങ്കിയുടെ അറുത്തുമാറ്റിയ തല പാലത്തിന് സമീപത്തെ അഴുക്കുചാലിലേക്കും ശരീരം പുഴയിലേക്കും എറിഞ്ഞു കളഞ്ഞത്. സംഭവത്തിന് ശേഷം സംശയം തോന്നാതിരിക്കാൻ യുവതിയുടെ കുടുംബാംഗങ്ങളുമായും പ്രതി ആശയവിനിമയം നടത്തിയെന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. യുവതിയെ കാണാനില്ലെന്ന പരാതി നൽകാനടക്കം പ്രതിബന്ധുക്കളെ സഹായിക്കുകയും ചെയ്തു. വിനയ് എന്ന കൊടും ക്രിമിനലിന് നിയമം അനുശാസിക്കുന്ന അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാൺപൂരിൽ നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊലപാതകത്തിന് കാരണമായതോ വെറും 500 രൂപയെ ചൊല്ലിയുണ്ടായ തർക്കവും. വയസ്സുകാരനായ സൗരവ് പാലാണ് തന്റെ അധ്യാപകന്റെ കൈകൊണ്ട് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള ജിഞ്ചാക്കിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് സംഭവം നടക്കുന്നത്. ദുന്നു സിംഗ് കിഡ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ അധ്യാപകനായ അനൂപ് സിംഗ് ആണ് സൗരഭിനെ കഴുത്തറുത്ത് കൊല്ലുന്നത്. കൊലപാതകത്തിന് പിന്നാലെ തന്നെ അധ്യാപകനായ അനൂപ് ഒളിവിൽ പോവുകയും ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരം 6:30 അധ്യാപകനായ അനൂപ് സൗരഭിനെ ഫോണിൽ വിളിച്ച് സ്കൂളിന് സമീപത്ത് വെച്ച് കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. അധ്യാപകന്റെ ആവശ്യപ്രകാരം സൗരഭ് അന്ന് വൈകുന്നേരം 7 മണിക്ക് സ്ഥലത്തെത്തുകയും ചെയ്തു. സ്ഥലത്തെത്തിയ സൗരഭുമായി 500 രൂപയെ ചൊല്ലി അധ്യാപകനായ അനൂപ് വഴക്കടിച്ചു. ഇരുവരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചപ്പോൾ ആ അധ്യാപകൻ ചെയ്തതെന്താണെന്നോ, കത്തികൊണ്ട് ആ 17-കാരന്റെ കഴുത്തറുത്തു. കഴുത്തു മുറിഞ്ഞ ഉടൻ തന്നെ സൗരഭ് നിലത്തേക്ക് വീണു. വേദന കൊണ്ട് സൗരഭ് നിലവിളിച്ചതോടെ ആ കൊടും ക്രൂരൻ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. സൗരഭിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ആ 17 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ മെഡിക്കൽ സംവിധാനത്തിനൊന്നും സാധിച്ചില്ല. നിലവിൽ പ്രതിയായ അനൂപിനായുള്ള തെരച്ചിലാണ് പോലീസ്. അയാളെ അറസ്റ്റ് ചെയ്യാൻ 2 പോലീസ് സംഘങ്ങൾ രൂപീകരിച്ചതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. भागलपुर के कस्बा झींझक में आज एक युवक सौरभ पाल सनाफ स्वर्गीय सुभाष चंद्र जो उमरायपुर व थाना रूड़ा के रहने वाले हैं, वर्तमान समय में वो अपनी बहन के पास झींझक में रह रहे हैं। उनको एक व्यक्ति द्वारा बुलाया गया और उनके गले के पास धारदार किसी हथियार से हमला किया गया, जिससे उनकी इलाज हेतु ले जाते समय मृत्यु हो गई है। मौके पर फोरेंसिक टीम तथा उच्च अधिकारियों द्वारा घटनास्थल का निरीक्षण के साथ साथ गहन पूछताछ की जा रही है. തന്റെ അവശേഷിക്കുന്ന ജീവൻ വെച്ച് കൊലപാതകിയായ അനൂപിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും കൈമാറിയാണ് സൗരഭ് മരണത്തിന് കീഴടങ്ങിയത്. പിന്നാലെ തന്നെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റാരോപിതനായ അധ്യാപകൻ അനൂപിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു കുപ്രസിദ്ധ കുറ്റവാളിയെ പോലീസ് എൻകൗണ്ടറിലൂടെ വെടിവെച്ചു കൊന്നു. റൌഡി ലിസ്റ്റിൽ അടക്കം പേരുള്ള ഇയാൾ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടപ്പോഴാണ് വെടിവെച്ചതെന്നാണ് പോലീസ് നൽകിയ വിശദീകരണം. ആരാണ് പോലീസ് വെടിവെച്ചു കൊന്ന കോട്ടുരാജ എന്ന അഴക് രാജ? എന്തുകൊണ്ട് അയാളെ പോലീസ് എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി?
അഴക് രാജിനെതിരെ മധുര, തൂത്തുക്കുടി ജില്ലകളിലായി കൊലപാതക ശ്രമം എന്നിവ ഉൾപ്പെടെ 5 ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജനുവരി 27 ചൊവ്വാഴ്ച പുലർച്ചെയാണ് പെരമ്പലൂർ ജില്ലയിലെ തിരുമന്തുറൈക്ക് സമീപം റൌഡി ലിസ്റ്റിൽപ്പെട്ട അഴക് രാജയെ തമിഴ്നാട് പോലീസ് എൻകൗണ്ടറിലൂടെ വെടിവെച്ചു കൊന്നത്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന അഴക് രാജയുടെ സംഘത്തിലുണ്ടായിരുന്ന വെള്ളൈക്കാലി എന്ന യുവാവുമായി പെരമ്പലൂർ ജില്ലയിലെ തിരുമണ്ടുറൈ വനത്തിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വീണ്ടെടുക്കാൻ പോയതായിരുന്നു പോലീസ് സംഘം. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു അവർക്കെതിരെ അഴക് രാജയും സംഘത്തിന്റെയും ആക്രമണമുണ്ടാകുന്നത്. തിരുച്ചിറപ്പള്ളി ചെന്നൈ ദേശീയപാതയിലെ തിരുമണ്ടുറൈ ടോൾ പ്ലാസയ്ക്ക് സമീപം 2 വാഹനങ്ങളിലായി എത്തിയ അഴക് രാജ അടക്കമുള്ള 15-അംഗ സംഘം ഇവർ സഞ്ചരിച്ചിരുന്ന പോലീസ് വാഹനത്തിന് നേരെ നാടൻ ബോംബ് എറിയുകയായിരുന്നു. 6 നാടൻ ബോംബുകളാണ് വാഹനത്തിനെതിരെ സംഘം എറിഞ്ഞത്. വെള്ളൈക്കാലിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. ബോംബ് എറിഞ്ഞതിന് പിന്നാലെ തന്നെ സബ് ഇൻസ്പെക്ടറായ ശങ്കറിനെ അഴക് രാജ വടിവാൾ കൊണ്ട് ആക്രമിച്ചതായും പോലീസ് പറയുന്നു. വടിവാൾ കൊണ്ടുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് സംഘത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഇൻസ്പെക്ടർ നന്ദകുമാർ അഴക് രാജയ്ക്കെതിരെ വെടിയുതിർക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അയാൾ മരിക്കുകയും ചെയ്തുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പുത്തുരാജ அவர் மேலே 5 மேற்பட்ட வழக்குகள் உள்ளன. அதில் 3 மர்டர் கேஸ் இருக்குது. 2 கொலை குற்ற வழக்குகள் இருக்கின்றன. அட்டெம்ப்ட் மர்டர், அதே போல் ஆர்ம்ஸ் ஆக்ட் வழக்குகள். அந்த நபர் அந்த காவலர்கள் மீது தாக்குதல் நடத்திய அந்த சம்பவத்தில் தொடர்பான ஆயுதங்கள் மற்றும் நாட்டு வெடிகுண்டுகளை பதுக்கி வைத்திருப்பதாக சொன்ன தகவலின் அடிப்படையில் மங்களமேடு காவல் ஆய்வாளர் அவரை அந்த இடத்தை காட்டுவதற்காக அழைத்து சென்றபோது முதல்ல ஒரு சில இடங்களில் தவறாக காமிச்சிட்டு போய் மிஸ்லீட் பண்ணால் அதுக்கப்புறமா டோல்கேட் பக்கத்தில் ஒரு இடத்துல தேசிய நெடுஞ்சாலை பக்கத்தில் ஒரு இடத்துல ஏற்கனவே பறித்து வச்சிருந்த ஆட்டுவடி கொண்டு ஆயுதங்களை எடுத்துக்கொண்டிருந்தார் சொல்லி போனப்ப திடீர்னு ஆட்டுவடி கொண்டு எடுத்து கைப்பற்றி கொடுக்குறது மாதிரி எடுத்து டக்குன்ட்டு காவலர்கள் மீது தூக்கி வீசவும் அது காவல் வாகனத்துக்கு அது வெடிச்சதில் ஒரு சின்ன டேமேஜ் இருக்குது. உடனே எஸ்ஐ அந்த டீமில் இருந்த எஸ்ஐ തുടർന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ സബ് ഇൻസ്പെക്ടറെ ചികിത്സയ്ക്കായി പെരമ്പലൂർ സർക്കാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴക് രാജയുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിനായി ഇതേ ആശുപത്രിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണിപ്പോൾ. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. അമേരിക്കയിലെ അൽബുക്കർക്കിയിൽ ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. പോലീസിന്റെ അന്വേഷണത്തിലൊടുക്കം പിടിയിലായതാകട്ടെ സ്വന്തം അമ്മയും. ആ 16-കാരിയെ അമ്മ കൊന്നത് കാലങ്ങളോളം പട്ടിണിക്കിട്ടാണ്. ശക്തിയില്ലാത്തതും അപസ്മാര രോഗിയുമായിരുന്ന മരിയ എന്ന പെൺകുട്ടിയാണ് മരിച്ചത്. എല്ലാ അമ്മമാരും മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാനായി കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഇവിടെ ഒരമ്മ സ്വന്തം മകളെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്താകും സ്വന്തം മകളെ കൊല്ലാൻ ആ അമ്മയെ പ്രേരിപ്പിച്ചത്? അതും ഇത്ര ക്രൂരവും പൈശാചികവുമായി.
16 വയസ്സുകാരിയായ മരിയ കൊല്ലപ്പെടുമ്പോൾ അവൾക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഭാരം എന്നത് 18 കിലോ, അതായത് 40 പൗണ്ട് മാത്രമായിരുന്നു. പോലീസ് അവളുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അവളുടെ ദേഹത്ത് കൊഴുപ്പോ പേശികളോ പോലും അവശേഷിച്ചിരുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര ക്രൂരമായ ദയനീയമായ ഒരു മരണമാണ് ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്. അതും അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റുപോലും ചെയ്യാതെ. അവളുടെ അമ്മയായ എസ്പിനോസ മരിയെ ഏകദേശം 6 ദിവസത്തിലേറെയാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ പട്ടിണിക്കിട്ടത്. ഭക്ഷണത്തിനായും വെള്ളത്തിനായും ഒക്കെയുള്ള അവളുടെ ദയനീയമായ യാചനയൊക്കെ അവർ അത്രയും ദിവസം കേട്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. പോലീസ് മരിയയുടെ മുറിയിലേക്ക് എത്തുമ്പോൾ മുഴുവൻ ഈച്ചകളും രക്തവും മാലിന്യങ്ങളും നിറഞ്ഞ നിലയിലായിരുന്നു ആ മുറി ഉണ്ടായിരുന്നത്. ഒടുവിൽ അമ്മയായ എസ്പിനോസയ്ക്ക് 15 വർഷത്തെ തടവാണ് കോടതി വിധിച്ചത്. മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അധ്വാനിയായ അമ്മയാണെന്നും മകളുടെ മരണം താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നുമായിരുന്നു കോടതിയിൽ വെച്ച് എസ്പിനോസ പറഞ്ഞത്. എന്നാൽ ഇതൊരു അപകടമല്ലെന്നും ബോധപൂർവമായ പീഡനമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിയുടെ മാനസികാരോഗ്യം കണക്കിലെടുത്തെങ്കിലും കുട്ടി അനുഭവിച്ച വേദന അതിഭീകരമാണെന്ന് വിലയിരുത്തിയ കോടതി അവൾക്ക് 15 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. കർണാടകയിലെ വിജയപുര ഗ്രാമത്തിലെ ഒരു ജ്വല്ലറിയിൽ വൻ കവർച്ച നടന്നു. മുഖംമൂടി ധരിച്ചായിരുന്നു മോഷ്ടാക്കൾ എത്തിയത്. ഇതുവരെ മോഷ്ടാക്കളെ പറ്റി ഒരു വിവരവും കണ്ടെത്താനാകാതെ ഇരിക്കുകയാണ് പോലീസ്. കർണാടക വിജയപുരയിലെ ചച്ചന താലൂക്കിലെ ഹലസംഗി ഗ്രാമത്തിലാണ് ജനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ച ഈ കവർച്ച നടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ഗ്രാമത്തിലെ ജ്വല്ലറിയിലേക്ക് മുഖം മൂടി ധരിച്ചെത്തിയ 2 പേർ ജ്വല്ലറി ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. മങ്കി ക്യാപ്പും ഹെൽമറ്റും ധരിച്ചായിരുന്നു സംഘം ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. കടയിലേക്ക് എത്തിയ സംഘത്തിൽ ഒരാൾ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതും അയാളുടെ കൂട്ടാളി ജീവനക്കാരന് നേരെ തോക്ക് ചൂണ്ടുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം കടയ്ക്ക് പുറത്ത് സംഭവം കണ്ട ഒരു സ്ത്രീയെയും സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സംഘത്തിന്റെ ഭീഷണിയിൽ ഭയന്ന ജീവനക്കാർ ആഭരണങ്ങൾ പുറത്തെടുത്ത് കൊള്ളക്കാർക്ക് കൈമാറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. കവർച്ച നടത്തിയ ശേഷം ഇരുവരും മോട്ടോർ സൈക്കിളിൽ ഓടി രക്ഷപ്പെട്ടതായാണ് പോലീസ് നൽകിയ വിശദീകരണം. മോഷ്ടിച്ച സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഇതുവരെ കണ്ടെത്താനായില്ലെന്നും പോലീസ് പറയുന്നുണ്ട്. 10 ദിവസം മുൻപും കർണാടകയിൽ വേഷം മാറിയെത്തി കവർച്ച നടത്തിയ ഒരു സംഘം പോലീസ് പിടിയിലായിരുന്നു. അവരുമായി ഈ മോഷ്ടാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതൊക്കെ അവിടെ വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. ഏതായാലും പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എറണാകുളത്ത് +1 വിദ്യാർത്ഥിനി ജീവനൊടുക്കി. മരണകാരണമാകട്ടെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത്. മാർക്ക് കുറഞ്ഞതിൽ ഏറെ മാനസിക പ്രയാസത്തിലായിരുന്നു ആ പെൺകുട്ടി.
സ്വദേശിനിയായ ആദിത്യ പഠനത്തിലേറെ മിടുക്കിയായിരുന്നു. 10ാം ക്ലാസ് പരീക്ഷയിലൊക്കെ ഫുൾ A+ വാങ്ങി വിജയിച്ച ആദിത്യക്ക് +1 ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞു. ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനാൽ വീട്ടുകാരിൽ നിന്നും സ്കൂളിൽ നിന്നുമൊക്കെ നിരവധി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടേണ്ടി വന്നിരിക്കാം. ഈ മാനസിക പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിൽ അവളെടുത്ത തീരുമാനം എന്നത് എല്ലാവരെയും വിഷമിപ്പിക്കുന്നതായിരുന്നു. ഇനിയും മാർക്ക് കുറഞ്ഞതിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാതിരിക്കാൻ, സങ്കടപ്പെടാതിരിക്കാൻ അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പതിവ് പോലെ സ്കൂളിലേക്ക് പോവുകയാണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നാൽ അവൾ പോയത് സ്കൂളിലേക്കായിരുന്നില്ല, സമീപത്തെ പാറമടയിലേക്കായിരുന്നു. പാറമടയ്ക്കരികിൽ സ്കൂൾ ബാഗിൽ അവൾ അവസാനമായി പുറം ലോകത്തോട് പറയാനുള്ളതൊക്കെ എഴുതി വെച്ചു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 10ാം ക്ലാസ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി വിജയിച്ച തനിക്ക് +1 ക്ലാസ്സിലെത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞത് ഏറെ വിഷമമുണ്ടാക്കി. ഇതേ ചൊല്ലി തനിക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നു. എത്ര നിസ്സഹായായിരിക്കും ആദിത്യ ആ കുറിപ്പ് എഴുതിയിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴും അത്ര കണ്ടൊന്നും പുരോഗമിച്ചിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് ആദിത്യയുടെ ആത്മഹത്യ. സ്കൂൾ യൂണിഫോം ധരിച്ച നിലയിലായിരുന്നു ആദിത്യയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത്. ആ ബാഗിനുള്ളിൽ അവൾക്കായി അമ്മ രാവിലെ ഉണ്ടാക്കി കൊടുത്തയച്ച ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.